ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായാണ് ചൈന മാറിയിരിക്കുന്നത്. പല രംഗങ്ങളിലും ചൈന അമേരിക്കയെ കടത്തി വെട്ടിയിട്ടുമുണ്ട്. വ്യാപാര രംഗത്ത് അമേരിക്കയേക്കാൾ കൂടുതൽ മൂല്യം ഷീ ജിൻപിങ്ങിന്റെ ചൈനയ്ക്കാണ്. ഇപ്പോൾ ആഗോള മരുന്ന് വ്യവസായത്തിന്റെ ഭൂരിഭാഗവും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ആദ്യം എന്ന തന്റെ പോളിസി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരുന്നത്. ഇതിന്റെ ആദ്യപടിയായിരുന്നു ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കനത്ത താരിഫ് ട്രംപ് ഏർപ്പെടുത്തിയത്. ഇപ്പോൾ മരുന്ന് വിപണിയിലെ ചൈനയുടെ മൂല്യം തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഔഷധ വ്യാപാരത്തിലും താരിഫ് കൊണ്ടുവരാൻ ട്രംപ് ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതമായ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന അമോക്സിസിലിന്റെ അമേരിക്കയിലെ നിർമ്മാതാവും ചൈനയിലാണ്. മരുന്ന് ഉൽപാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ 80% നിയന്ത്രിക്കുന്നതും ചൈന തന്നെയാണ്. തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതിനായി ട്രംപ് താരിഫ് കൊണ്ടുവരുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അമേരിക്ക ഇതിനകം തന്നെ നിരവധി ആവശ്യ മരുന്നുകളുടെ ക്ഷാമം നേരിടുന്നുണ്ട്. ഈ അവസരം മുതലാക്കാൻ എന്തായാലും ചൈന ശ്രമിക്കും.